ഫഹദും നസ്രിയയും തമ്മിൽ ബന്ധം പിരിയാൻ പോകുന്നു. ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില വാർത്തകളാണിത്. മറ്റൊന്നുമല്ല, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നസ്രിയ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. അതിന് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, കുറച്ചു നാളുകളായിട്ട് ഏകദേശം 4 മാസത്തോളം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നതിന്റെ കൃത്യമായിട്ടൊരു റീസൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാനായിട്ടുള്ള സമയമായിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സങ്കടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് റിക്കവർ ആയി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അതുവരെയും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളായിട്ടും ഇൻവോൾവ് ആയിട്ട് സന്തോഷിച്ചു പോകാനായിട്ട് സാധിക്കില്ല. ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായിട്ടൊരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നസ്രിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഫഹദും നസ്രിയയും തമ്മിൽ ബന്ധം പിരിയാൻ പോകുന്നു. തങ്ങളുടെ ഡിവോഴ്സിന്റെ വാർത്തയാണ് നമ്മളെ അറിയിക്കാനുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല കാര്യം. ഇപ്പൊ ഫഹദും നസ്രിയയും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷത്തിന് മുകളിലായി. ഇതുവരെ അവർക്കൊരു കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫഹദും നസ്രിയയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റിനൊടുവിൽ നസ്രിയ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആ ഒരു പ്രഗ്നൻസി ഇല്ലാതാവുകയാണ് ഉണ്ടായത്. ആ ഒരു കുട്ടിയെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഫഹദും നസ്രിയയും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് മാറി നിൽക്കുകയുണ്ടായത്. ഏകദേശം 4 മാസത്തോളമായിട്ട് നസ്രിയ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹിക ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഫഹദിനൊപ്പം കുറച്ച് നാളുകളായിട്ട് നസ്രിയയെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫഹദും നസ്രിയയും തമ്മിൽ ബന്ധം വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫഹദിനും നസ്രിയക്കും ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല. 10 വർഷത്തോളം തങ്ങൾ കാത്തിരുന്ന ആ ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു സങ്കടം തന്നെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു പോസ്റ്റിന് കാരണമായിട്ടുള്ളത്. അല്ലാതെ ഫഹദും നസ്രിയയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇരുവരെയും അറിയുന്ന കൂട്ടുകാരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ബന്ധം വേർപിരിയുന്ന രീതിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഇതാണ് കാരണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആ ഒരു കുഞ്ഞിന്റെ കാര്യവും ഈ ഒരു പ്രഗ്നൻസി വന്നിട്ട് അത് നഷ്ടപ്പെട്ട കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇവരെ അറിയുന്ന ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് പല പോസ്റ്റുകളും കമന്റുകളും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് കാര്യം. സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാലും അത് അപ്പാടെ വിഴുങ്ങുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം സത്യം അറിയാതെ ആദ്യം തന്നെ റീച്ചിനും അതുപോലെ തന്നെ വ്യൂസിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഫഹദും നസ്രിയയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. 10 കൊല്ലത്തോളം കാത്തിരുന്ന ആ ഒരു കുട്ടിയെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു സങ്കടം തന്നെയാണ് ഈ കഴിഞ്ഞ 4 മാസത്തേക്ക് അവർ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് ആവാതെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത്. ഏറ്റവും അവസാനം ആ ഒരു പോസ്റ്റിനടിയിൽ പറയുന്നുണ്ട്, ഇത്രയും സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലും തങ്ങൾക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. താങ്ക്